നമസ്കാരം. ശബരിമല സ്വർണ്ണക്കേസിൽ 12ാം അറസ്റ്റ് ഉടനെ എന്ന സൂചനയാണ് SIT പുറത്തേക്ക് നൽകുന്നത്. തന്ത്രി രാജീവ് ഖണ്ഡരെ അറസ്റ്റ് ചെയ്തതോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് നീങ്ങുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനു മുന്നേ 10 പേരെ അറസ്റ്റ് ചെയ്ത സമയത്തും ഒരു രാഷ്ട്രീയ പാർട്ടിയും ആ അറസ്റ്റിൻ്റെ പിന്നാലെ പോകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ 11ാം അറസ്റ്റ് തന്ത്രിയെ തന്നെ ആക്കിയപ്പോൾ BJP അതിൽ ഇടപെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കുമ്മൻ രാജശേഖരൻ പോലും പറഞ്ഞ ഒരു കാര്യം, തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ്. എന്നുവെച്ചാൽ SIT എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ആ ടീമിനെ ചുമതലപ്പെടുത്തിയത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നേരിട്ട് നടത്തുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഹൈക്കോടതിയെ തന്നെയാണ് അന്വേഷണ സംഘം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൽ നിന്ന് സമ്പൂർണ്ണമായിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു അന്വേഷണ സംഘം എന്നതാണ് ഈ അന്വേഷണ സംഘത്തിൻ്റെ പ്രത്യേകത. കാരണം സർക്കാരിനെ ഇതിൻ്റെ അടുത്ത് എവിടെ അടുപ്പിച്ചാലും സർക്കാരിൻ്റെ താല്പര്യങ്ങൾ അതിൻ്റെ അകത്തൊക്കെ കടന്നുകൂടും എന്നെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഹൈക്കോടതിക്കും കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അതുകൊണ്ടാണ് സർക്കാരിനെ സമ്പൂർണ്ണമായിട്ട് അകറ്റി നിർത്തുകയും ദേവസ്വം ബോർഡിൻ്റെ മുൻ ചെയർമാൻമാർ അല്ലെങ്കിൽ മുൻ പ്രസിഡൻറ്റുമാർ അവരെ രണ്ടെണ്ണത്തിനും പിടിച്ച് അകത്തിടുകയും ചെയ്തു. അവർ രണ്ടുപേരും CPMൻ്റെ സമുന്നതമായിട്ടുള്ള നേതാക്കൾ തന്നെയാണ്. അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് അവരുടെ വീടുകളിലേക്ക് പോകാനോ അവരെ സപ്പോർട്ട് ചെയ്യാനോ CPM ധൈര്യപ്പെട്ടില്ല എന്നുള്ളതാണ്. കാരണം അവരെ സപ്പോർട്ട് ചെയ്താൽ പിന്നീട് CPMൻ്റെ പണി തീർന്നു പോകും എന്നുള്ളതാണ്. പക്ഷേ തന്ത്രി അറസ്റ്റ് ചെയ്ത സമയത്ത് BJP അസാധാരണമായിട്ടുള്ള നീക്കമാണ് നടത്തിയത്. തന്ത്രിയുടെ വീട്ടിലേക്ക് ആലപ്പുഴയിലെ BJPക്കാരെല്ലാം ഓടിച്ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. അതുമാത്രമല്ല, മാധ്യമങ്ങളിൽ വന്ന് SITയെ ചോദ്യം ചെയ്യാനും SITയുടെ പ്രവർത്തനം പക്ഷപാതപരമാണ് എന്ന് പ്രഖ്യാപിക്കാനും അവർ തയ്യാറായി കഴിഞ്ഞു. അവർ പറയുന്ന കാര്യം ഇതാണ്: എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രൻ അറസ്റ്റ് ചെയ്യാത്തത്? കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്നതാണ്. എന്താണ് അയാളെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നത്? BJP പറയുന്നതോ അല്ലെങ്കിൽ കുമ്മൻ രാജശേഖരൻ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ പിന്നെ SITയുടെ ആവശ്യമില്ല. അവർ പറയുന്ന ഒരു ലിസ്റ്റ് കൊടുത്ത് അവരെയൊക്കെ അറസ്റ്റ് ചെയ്യിപ്പിച്ചാൽ മതി. അതുകൊണ്ട് ഈ അന്വേഷണം ആരുടെ നേരേക്ക് ചെന്നാലും അതിൽ ആരും വിമുഖത കാണിച്ചിട്ട് കാര്യമില്ല. കട്ടവരെയൊക്കെ പിടിക്കട്ടെ, പിടിച്ച് ജയിലിലിടട്ടെ. തന്ത്രി എങ്ങനെയാണ് പരിശുദ്ധനായിത്തീരുന്നത്? 2004 ഈ സ്വർണം കട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് വ്യക്തമായ തെളിവ് സഹിതം പുറത്തു വന്ന കാര്യമാണ്. 2004 ബാംഗ്ലൂരിലുള്ള ശ്രീരാമപുരം ക്ഷേത്രത്തിലെ മേൽശാന്തിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. അന്ന് അവിടുത്തെ തന്ത്രി രാജീവ് ഖണ്ഡര്. ഇവർ തമ്മിൽ അന്ന് മുതൽ ഉള്ള ബന്ധമാണ്. പിന്നെ 2007 അദ്ദേഹം ഈ പോറ്റിയെ വിളിച്ച് ശബരിമലയിലേക്ക് കയറ്റുന്നത്. പോറ്റിയെ കയറ്റിയത് ആര് എന്നതിനുള്ള ഉത്തരം കൃത്യമായിട്ട് തന്ത്രി എന്ന് തന്നെയാണ്. ഇപ്പോൾ SIT അന്വേഷിക്കാൻ പോകുന്നത് പോറ്റിയും അതുപോലെ തന്നെ തന്ത്രിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ആ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളിലൂടെ ഏതെല്ലാം മേഖലയിലേക്കാണ് ഇവരുടെ തന്ത്രപരമായിട്ടുള്ള നീക്കവും അതേപോലെ തന്നെ കൊള്ളയും നടന്നിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് വരും. അതിൻ്റെ കൂടെ നിന്നവരാണ് പോലീസ് അറസ്റ്റ് ചെയ്ത മറ്റ് 10 പേരും. മറ്റ് 10 പേരെന്ന് പറഞ്ഞാൽ 2 പേര് ഇവരും ബാക്കി 9 പേരും. ഇവരെല്ലാം തന്നെ കേസിൽ കൃത്യമായിട്ടുള്ള പ്രതികൾ തന്നെയാണ്. അതിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. ഇനിയുള്ള പ്രതികളെ കൂടി പിടിക്കണം എന്നുള്ളതാണ്. ആ പ്രതികളിൽ ചിലപ്പോൾ CPMൻ്റെ ഉന്നത നേതാക്കളുണ്ടാകാം, മന്ത്രിമാരുണ്ടാകാം, അതുപോലെ തന്നെ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വരുന്ന ആളുകളുണ്ടാകാം. കാരണം നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരനായിരുന്നു. അതുകൂടാതെ BJPയുടെയും ചില നേതാക്കൾ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. എല്ലാവരും പിടിക്കട്ടെ, ആരും തടസ്സം നിൽക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ട് അന്വേഷണം നടക്കുകയും കൃത്യമായിട്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യണം എന്നുള്ളത് പൊതുസമൂഹത്തിൻ്റെ ആഗ്രഹമാണ്. പൊതുസമൂഹത്തിന് മുന്നിൽ തന്ത്രിക്ക് പ്രത്യേക പരിഗണനയില്ല. കാരണം ഈ തന്ത്രി കുടുംബം എന്ന് പറയുന്നത് അതിൻ്റെ ക്രെഡിബിലിറ്റി മുഴുവനും നഷ്ടപ്പെടുത്തിയവരാണ്. ഒരാൾ പെണ്ണ് മൂലവും മറ്റൊരാൾ പൊന്നു മൂലവുമാണ് എന്ന് മാത്രമേ ഉള്ളൂ. നേരത്തെ ഖണ്ഡര് മോഹനൻ, അത് കഴിഞ്ഞിപ്പോൾ ഖണ്ഡര് രാജീവ്, ഇവർ ഈ 2 പേരും തന്ത്രി കുടുംബത്തിൻ്റെ തന്നെ മാനം നഷ്ടപ്പെടുത്തിയവരാണ്. അതുപോലെ തന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിയതാണ്. മാത്രമല്ല ഹിന്ദു സമൂഹത്തിൻ്റെ തന്നെ വിശ്വാസത്തെയും
അവരുടെ അഭിമാനത്തെയും തകർത്ത പ്രക്രിയയാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പൂണൂലുട്ട ഈ ഉപരിവർഗ നേതൃത്വം ഇപ്പോൾ വലിയ തോതിൽ വിചാരണയ്ക്ക് വിധേയമാകുകയാണ് ചെയ്തത്. അവിടെ മലയരയ സമുദായം അവർ പറഞ്ഞ ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. അവരായിരുന്നു അവിടുത്തെ തന്ത്രി, അവരായിരുന്നു അവിടുത്തെ മേൽശാന്തി, അവരായിരുന്നു അവിടുത്തെ പൂജാരികൾ. ശബരി എന്ന് പറയുന്ന ആദിവാസി സ്ത്രീ, അവർ അയ്യപ്പനെ സ്വീകരിച്ചത് പഴം കൊടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ശബരിമലയുടെ ഒരു പൈതൃകം എന്ന് പറയുന്ന രഹസ്യം എന്ന് പറയുന്നത് ഈ മലയാളി വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും അവർക്കുണ്ടായിരുന്നതായിട്ടുള്ള അവകാശങ്ങൾ അവരിൽ നിന്ന് ആധുനിക കാലത്ത് തട്ടിത്തെറിപ്പിക്കുകയും അത് ഈ താഴ്മൺ കുടുംബത്തിൻ്റെ അവകാശവും പൈതൃകവും പാരമ്പര്യമൊക്കെ ആയിട്ട് മാറിത്തീരുകയും ചെയ്യുന്നതാണ്. ഇപ്പോൾ അവരാവശ്യപ്പെടുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ തിരിച്ചു തരൂ, ഇവിടെ നിന്ന് ഇത്തരം തന്ത്രിമാരെ മാറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ 2 തന്ത്രിമാർ മോശമായിട്ടുള്ള പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഒന്ന് സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയത്തിലും മറ്റൊന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യത്തിലും നടത്തിയിരിക്കുന്ന വീഴ്ചകളെന്ന് പറയുന്നത് തന്ത്രി കുടുംബത്തിന് തന്നെ ക്രെഡിബിലിറ്റിയെ മൊത്തമായിട്ട് നഷ്ടപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. അവരെ സഹായിക്കുന്നതിന് എന്തിന് BJP പോകുന്നു എന്ന് പറയുന്ന ചോദ്യം ഒരുപക്ഷെ നാളത്തെ വലിയ പൊളിറ്റിക്കൽ ക്വസ്റ്റ്യനായിട്ട് ഉയർന്നു വന്നേക്കാം. തങ്ങൾക്ക് ഗുണമില്ലാത്തതായിട്ടുള്ളൊരു കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും സാധാരണ രീതിയിൽ ഇടപെടാറില്ല. RSSന് വേണ്ടി അതിനകത്ത് ഇടപെടും, പക്ഷേ RSS അതിനകത്ത് ഇടപെടുന്നില്ല എന്നുള്ളതാണ്. BJPയുടെ ചില നേതാക്കൾ അതിലേക്ക് പാഞ്ഞു കയറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരങ്ങനെ പാഞ്ഞു കയറുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ തന്ത്രി എന്ന് പറയുന്നത് കുറ്റക്കാരനാണ്, അല്ലെങ്കിൽ കളവ് നടത്തിയവനാണ്, സ്വർണം എടുത്തുകൊണ്ടാണ്, അയ്യപ്പൻ്റെ സ്വർണം എടുത്തുകൊണ്ട് പോയവനാണെങ്കിൽ പിന്നീട് ഈ തന്ത്രി സമൂഹത്തെയും അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള മേൽക്കോയ്മകളെയും പൊതുസമൂഹം അംഗീകരിക്കില്ല എന്നുള്ള ഉറപ്പാണ്. അതിൻ്റെ ഭയം കൊണ്ടാണ് BJP യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്ത്രിയെ സംരക്ഷിക്കാനായിട്ടുള്ള ശ്രമം നടത്തുന്നത്. തന്ത്രിയുടെ അറസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്നും മന്ത്രിയെ സഹായിക്കാൻ വേണ്ടിയിട്ടും മന്ത്രിയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തന്ത്രിയെ പിടിച്ചിരിക്കുന്നതെന്നും പറയുന്നതിൻ്റെ പിന്നുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ തലക്ക് അടിയേറ്റ ഒരു സംഭവമാണ്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, തന്ത്രി കള്ളനാണ് എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കള്ളനാവാൻ പാടില്ല ഒരു തന്ത്രി. തന്ത്രിയുടെ അപാരമായിട്ടുള്ള വിശ്വാസമാണ് വിശ്വാസ സമൂഹം എന്ത് ചെയ്യുന്നത്, ചുമത്തുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. കാരണം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും മകരവിളക്കിന് പോകുന്നതായിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയോ കൂടുതലാണ്. ശബരിമലയെ അവർ ഇപ്പോഴും നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു തന്ത്രി വിചാരിച്ചാൽ ശബരിമലയുടെ അതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടുത്താനായിട്ട് കഴിയില്ല എന്നാണ് അയ്യപ്പ ഭക്തരെല്ലാം പറയുന്നത്. തന്ത്രിനെ ഞങ്ങൾ വിടുന്നു, കള്ളൻ തന്ത്രിയാണെങ്കിൽ അവൻ ജയിലിലടക്കും, പക്ഷേ അയ്യപ്പനും അതുമായിട്ട് എന്താണ് ബന്ധം എന്നാണ് അവർ ചോദിക്കുന്നത്. തന്ത്രിയെ അല്ല ഞങ്ങൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അയ്യപ്പനെയാണ്. അതുകൊണ്ട് അയ്യപ്പനെന്നും അവിടെ ഉണ്ടാവും. അത് അനിർവചനീയമായിട്ടുള്ള രീതിയിൽ മനുഷ്യ സമൂഹത്തിൻ്റെ വിശ്വാസ സ്രോതസ്സായിട്ട് നിലനിൽക്കും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. SIT കണ്ഠര് രാജവരുടെ വീട്ടിൽ നടത്തിയ അന്വേഷണത്തിൽ അവർക്ക് ലഭിച്ച രേഖകളിൽ നിന്ന് പോറ്റിയും അതേപോലെ തന്നെ തന്ത്രിയും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം, സാമ്പത്തിക ഇടപാടുകൾ, അതിൻ്റെ രേഖകളെല്ലാം കൃത്യമായിട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അറസ്റ്റ് ഉടനെ നടക്കാൻ പോവുകയാണ്. ഇതിൽ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടലുകളുണ്ട് എന്ന BJPയുടെ വാദത്തെ തകർക്കുന്നത് അവരുടെ തന്നെ മുഖ്യ വക്താവായിരുന്നായിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജ. അദ്ദേഹത്തെ പോലെ ഹിന്ദുത്വത്തിന് വേണ്ടി വാദിക്കുന്ന, അമ്പലങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകൾ വളരെ അപൂർവമാണ് നമ്മുടെ സമൂഹത്തിൽ. കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളല്ല ഉള്ളത്, ഈ ഹിന്ദുത്വവും അതേപോലെ തന്നെ അമ്പലവും മാത്രമാണ്. അദ്ദേഹം പറയുന്നത് SITയുടെ അന്വേഷണം വളരെ കൃത്യമാണ്. കാരണം അന്വേഷിക്കുന്ന കാര്യങ്ങൾ നേരിട്ട് ഹൈക്കോടതിയെ മാത്രമാണ് SIT ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അറസ്റ്റുകളെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് അതിൽ ഒരു സംശയത്തിനും ഇടയില്ല എന്നുള്ളതാണ്. തന്ത്രിയിൽ നിന്നത് മന്ത്രിയിലേക്ക് പോകുകയില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നില്ല. പക്ഷേ വേണമെങ്കിൽ പോകാം, വീണ്ടും രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരാം. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കാതിരിക്കുന്ന സമയത്ത് എന്തിനാണ് തന്ത്രിയെ ചുമക്കാനായിട്ട് BJP പോയത് എന്ന ചോദ്യം BJPയുടെ അണികളിൽ നിന്ന് തന്നെ ഉയർന്നു വരും, ഭക്തന്മാരിൽ നിന്ന് ഉയർന്നു വരും. BJPയുടെ ഭക്തന്മാർ തന്നെ BJPയെ ചോദ്യം ചെയ്യുന്ന ദിനങ്ങൾ വിദൂരമല്ല എന്നതാണ് ഇതിൻ്റെ സൂചന.